KCF-ന്റെ ഉടലുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത ദിവസം അത് ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് കടക്കും. അതിനെല്ലാവരുടെയും സഹകരണമുണ്ട്. അതിന്റെ പണപ്പിരിവ് ഒരു ഭയങ്കര രസകരമായ പരിപാടിയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആരെയും വേദനിപ്പിക്കാതെ, ഒരു കുട്ടിയെയും വേദനിപ്പിക്കാതെയാണ് അതിന്റെ ഫണ്ട് ശേഖരണം. അതിനുള്ള അണിയറ പരിപാടികളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് ചരിത്രത്തിന്റെ ഭാഗമാകും. അത് മനുഷ്യ സമൂഹത്തിന് ഒരു നന്മയുടെ വെളിച്ചം വീശും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ കാൽവെപ്പ് ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ 3 യാഥാർത്ഥ്യമാകും. ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ രണ്ട് സഹോദരന്മാരുടെ ബുദ്ധി അവർ ലോക ചാമ്പ്യന്മാരാകാൻ പോവുകയാണ്. ചെസ്സിനെ ഏറ്റുമുട്ടാൻ കേരളത്തിൽ അവരെ ഏറ്റുമുട്ടാൻ ആരുമില്ല. ഇനി അവർ ലോകത്തെ ചെസ് ചാമ്പ്യന്മാരാവും. നാളെ അത്രയും ബുദ്ധികൾക്കും സൃഷ്ടിച്ച രണ്ട് വ്യക്തികളാണ് എന്റെ പിന്നിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഹസൻ സാഹിബിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വേണം. അതുപോലെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹവും ആശീസ്സുകളും നമുക്ക് വേണം. നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്, പോവുകയാണ്. ഇനി അതിന്റെ കാര്യം പറയാം. മാതാപിതാക്കളില്ലാത്ത, അല്ലെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മാതാപിതാക്കൾ മരിച്ചുപോയ അവരെല്ലാവരെയും ഒരു കൊടക്കയിൽ കൊടുത്ത് താമസിപ്പിക്കുകയും അവർക്ക് ജീവിത രീതി കണ്ടെത്തുകയും അവർക്കുള്ള തൊഴിൽപരമായ, നൈസർഗികമായ, വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അതുപോലെ വീട്ടിൽ നിന്ന് വീൽചെയറിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടപ്പ് രോഗികൾക്കൊന്നും പുറത്തു പോകാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ കുടുംബത്തോടെ അവിടെ പോയി നിൽക്കാൻ പറ്റുന്ന ഒരു ഇടം, അമ്പലവും പള്ളിയും ചർച്ചും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്ഥലം, അതാണ് ഞങ്ങളുടെ സ്വപ്നം. ആ സ്വപ്നത്തിന്റെ പിന്നിലാണ് ഞങ്ങൾ. അത് ഞങ്ങൾ ചെറുതോ വലുതോ എന്നതല്ല, അത് നാട്ടിന്റെ ആവശ്യമാണെന്ന് കരുതി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. KCF എന്ന സംഘടന ഈ ഭിന്നശേഷി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും, കുറെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കൾ ഇവരെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ അയക്കുമായിരുന്നില്ല. അവരെ വീട്ടുകാരെ പുറത്തു പോയാൽ എന്തോ സംഭവിക്കുമെന്ന ഒരു പേടിപ്പിക്കലുണ്ടായിരുന്നു. നാട്ടുകാരുടെ പേടിപ്പിക്കലുണ്ടായിരുന്നു. സമൂഹത്തിന്റെ പേടിപ്പിക്കലുണ്ടായിരുന്നു. അങ്ങനെ ഒരു അകത്തളത്തിൽ കാലാകാലവും കിടന്നുറങ്ങണമെന്ന ഒരു നിശ്ചയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതിന് മാറ്റം വരുത്തിയത് നമ്മുടെ 37 പരിപാടികൾ കൊണ്ടാണ് എന്ന് നമ്മൾ കരുതണം. അങ്ങനെ ഇവരെല്ലാവരെയും പുറത്തേക്ക് ഇറക്കി കൊടുത്തതിൽ KCF-ന് ഒരു നല്ല പങ്കുണ്ട്. നമുക്കിവിടെ ആളാകാനോ നമുക്ക് രാജാവാകാനോ നമ്മുടെ വീട്ടിലെ ചെലവ് നടത്താനുമല്ല നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. നമ്മുടെ നാട്ടിലെ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ മരണത്തിന് ശേഷം നമ്മൾ എഴുതപ്പെടണം. അവനാരായിരുന്നു, അവന്റെ മാതാപിതാക്കളും അവന്റെ കുടുംബക്കാരും ഖബറിൽ നിന്ന് എണീറ്റ് വരരുത്. ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് ചോദിക്കരുത്. അതിനുള്ള ഒരു ഉത്തരമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ പോലത്തെ ആളുകൾ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ വൈദ്യവേളയിൽ ഞാനിനി കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. KCF എന്ന പ്രസ്ഥാനത്തോടു കൂടി ഒപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. സംഘടനകൾ ഒരുപാടുണ്ട്, അതിലെല്ലാം അക്ഷരങ്ങളിലെ വ്യത്യാസമുള്ളൂ. എല്ലാം ജനനന്മക്കാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എന്റെ സംസാരം നിർത്തും.